ക്ലാസ്സിലേക്ക് കിടക്കാം. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പാർട്ട് 3 ആണ് ഇന്നത്തത്. നമ്മൾ പാർട്ട് 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ട്രിഗണോമെട്രി പഠിച്ചു തുടങ്ങിയോ എല്ലാവരും? ഒരു സന്തോഷം എന്നറിയാം, നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ പേരൻസ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഒരു അഭിപ്രായം പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഇന്ന്. അതുകൊണ്ട് ആ ഒരു സന്തോഷമുണ്ട് ഇന്ന് കേട്ടോ, ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം നമ്മുടെ ഒരു വീഡിയോ നമ്മൾ കുറച്ച് സമയം നിങ്ങൾക്കായിട്ട് മെനക്കിടുമ്പോൾ നിങ്ങൾക്കത് ബെനിഫിറ്റ് ഉണ്ടാകുന്നു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ അങ്ങോട്ട് പോകട്ടെ, നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാവട്ടെ. എല്ലാവരോടും ഇത് പറയാം കേട്ടോ. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകൾ രേഖപ്പെടുത്തണം. ഓക്കെ, തുടങ്ങാം. ഇന്ന് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ അകത്ത് നമ്മുടെ 10ാം ക്ലാസ്സിൽ സൈൻ പഠിച്ചിട്ടുണ്ട്. സൈൻ എക്സ് എന്നും കോസ് എക്സ് എന്നും ടാൻ എക്സ് എന്നും ഒക്കെ നിങ്ങൾക്കറിയാം. 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ചതാണ്. എന്നാൽ ഇത്തവണ നമ്മൾ +1 കഴിഞ്ഞപ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ പുതിയതായി കുറെ ആളുകളെ പരിചയപ്പെടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവരെ പരിചയപ്പെടണം, കൃത്യമായിട്ട് പഠിക്കണം. സൈൻ എക്സിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് കൊസീക് എക്സ് ആണ്. കൊസീക് എക്സ്, അതായത് 1/sin x എന്ന് വെച്ചാൽ കൊസീക് എക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ 1/cosec എക്സിനെ സൈൻ എക്സ് എന്നും പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഓക്കെ, അപ്പം സൈൻ എക്സ് കൊസീക് എക്സ്. അടുത്ത കോസ് എക്സിന്റെ വരുമ്പോഴത്തേക്കും സീക് എക്സ് എന്ന് പറയും. ടാൻ എക്സിന്റെ വരുമ്പോഴത്തേക്കും കോട്ട് എക്സ് എന്ന് പറയും. സൈന് കൊസീക്ക്, കോസ് സീക്ക്, ടാന് കോട്ട് കേട്ടോ. ഇങ്ങനെയാണ് സൈന് കൊസീക്ക്, കോസ് സീക്ക്, ടാന് കോട്ട്. ഇത് നേരെ ഓപ്പോസിറ്റ്, അതായത് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ വരുന്നതാണ്. ഈ 6 പേരാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിലെ വില്ലൻസ്. അതായത് ഇവരെ 6 പേരെ വെച്ചുകൊണ്ടാണ് നമ്മളെല്ലാം ഇനി പഠിക്കാൻ പോകുന്നത്. ഇവരുടെ 6 പേരുടെയും കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണം. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം. സൈൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് പഠിച്ചു. കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസന്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഇതൊക്കെയാണ് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. അതിന്റെയൊക്കെ ബാലൻസ് ആയി കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയി നമ്മൾ ഇത്തവണ പഠിക്കാൻ പോവുകയാണ്, അതും വളരെ എളുപ്പമായിട്ട്. ഓക്കെ അല്ലേ? ഇത് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. സൈൻ എക്സ് 1/sin x എന്ന് പറയുമ്പോൾ കൊസീക് എക്സ് ആണ്, 1/cosec x എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോ ശ്രദ്ധിച്ചോണേ, നിങ്ങളൊന്ന് കേട്ടോ, നോക്കൂ. ഞാനിവിടെ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. നമ്മുടെ കോർഡിനേറ്റ്സുകൾ മാർക്ക് ചെയ്യണം. ഇവിടെ 0 ഡിഗ്രിയാണ്. ഇവിടുന്ന് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ 90 ഡിഗ്രി വരും. തിരിച്ചു കറങ്ങി ഇവിടെ വരുമ്പോഴേക്കും എത്ര വരും എന്നറിയാവോ? 180 ഡിഗ്രി എന്ന് വരും. തിരിച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ 270 ഡിഗ്രി എന്ന് വരും. ബാക്കി ഇവിടോട്ട് എത്തുമ്പോൾ വീണ്ടും എത്ര? 360 ഡിഗ്രി. ഒരു റൗണ്ട് ഫുള്ള് കവർ ചെയ്ത്. നമുക്കറിയാം 0 ഡിഗ്രി ആണെന്ന്. 0 ഡിഗ്രി കറങ്ങി ഇവിടെ വരുമ്പോൾ ഇവിടെ വരുന്ന 90 ഡിഗ്രിനെ നമ്മൾ π/2 എന്നാണ് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്, അല്ലേ? ആണല്ലോ. 90 ഡിഗ്രിനെ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ്? π/2 എന്നാണ്. പിന്നെ തിരിഞ്ഞ് 180ലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്? π എന്ന് നമ്മൾ എഴുതുന്നു. π കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? 270ലേക്ക് വരുമ്പോൾ 3π/2 എന്നാണ്. അതായത് 3 × π/2. π/2 എത്ര? 90. 3 × 90 ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 270 എന്ന് വരുന്നു. പിന്നെ പറയുന്നത് 360ലേക്ക് വരുമ്പോൾ നമ്മൾ 2π എന്നും എഴുതുന്നു. ഇത് കൃത്യമായിട്ട് മനസ്സിലായോ? ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണോ? ഇവിടെ 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി. ഒരു റൗണ്ട് ഫുൾ ആവുമ്പോൾ 360 ഡിഗ്രി. ഇത് പറഞ്ഞ കാര്യമാണ്, പഠിപ്പിച്ച കാര്യമാണ്. 2π എന്നും π/2 എന്ന് നമ്മുടെ റേഡിയൻ മെഷർ, ഡിഗ്രി മെഷർ, റേഡിയൻ മെഷർ, ഇതൊക്കെ ഓക്കെ ആണല്ലോ. അത് വെച്ചിട്ട് ജസ്റ്റ് നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കിയിരിക്കുക. ഇതെല്ലാവർക്കും മനസ്സിലായോ? ഈ ഒരു കാര്യം മനസ്സിലായോ? ഇതേപോലെ തന്നെ നമുക്ക് കോർഡിനേറ്റ്സ് വെച്ച് ഒന്നുകൂടെ പഠിക്കാനുണ്ട്. അവിടെയാണ് നമ്മൾ സൈനും കോസും ടാനും കൊസീക്കും സീക്കും കോട്ടും ഒക്കെ നമ്മൾ പഠിക്കുന്നത്. അവിടെ നമ്മളിപ്പം നിങ്ങൾക്ക് ഇപ്പൊ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. സൈൻ π/2 വാല്യൂ എത്രയാണ്? കോസ് 3π/2 വാല്യൂ എത്രയാണ്?
പലർക്കും ചോദിക്കുമ്പോൾ ഒരു ബോക്സ് ഉണ്ട് നിങ്ങളുടെ ബുക്കിനകത്ത്, ആ ബോക്സ് കാണാതൊക്കെ പഠിച്ചു വെക്കുന്നവരുണ്ട്. എന്നാൽ നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി കൃത്യമായി മനസ്സിലാക്കി പഠിച്ചാൽ ഇതൊന്നുമില്ല. അത് ഈ ഒരു വീഡിയോയിൽ, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ആ വാല്യൂസ് അത്രയുമാണ്. അത് മനസ്സിലാക്കി നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് അടുത്ത വീണ്ടും ഒരു സർക്കിൾ കൂടി ഇതേപോലെ തന്നെ ഇതേ ഫിഗർ, സെയിം ഫിഗർ തന്നെ വരച്ച് നിങ്ങളെ അത് കൃത്യമായിട്ട് ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ ഈ പഠിച്ചു പോകുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് എഴുതിയിട്ട് പഠിക്കണം. ഓക്കെ, എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഏതൊരു കാര്യം പഠിക്കുമ്പോഴേ നമ്മൾ കാണാതെ പഠിച്ചിട്ടൊരു കാര്യമില്ല, അത് മനസ്സിലാക്കി പഠിക്കുന്നതിനകത്താണ് കാര്യം. ഒരിക്കലും മറക്കത്തില്ല. അതാണ് അതിനകത്ത് മറ്റൊരു പ്രത്യേകത കേട്ടോ. അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ ശ്രദ്ധിച്ചോടാ, നോക്കിക്കോ. ഇതാ ഞാൻ ഫിഗറൊക്കെ വരച്ചെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് എഴുതിയേക്കുന്നതൊക്കെ മാർക്ക് ചെയ്തേക്കുന്നതൊക്കെ മനസ്സിലായല്ലോ. 0 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 180 ഡിഗ്രി, ഇത് 270 ഡിഗ്രി, പിന്നെ 360 ഡിഗ്രി. ഓക്കെ, ഇത് ഒറിജിൻ. ഇവിടെ ഈ ഒരു സർക്കിളിന് ഒരു പേര് പറയുക കേട്ടോ, യൂണിറ്റ് സർക്കിൾ എന്നാണ്. യൂണിറ്റ് സർക്കിൾ, കാര്യം യൂണിറ്റ്സ് ആയിട്ടാണ് ഓരോ മെഷർമെന്റ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത്ര ഒരു യൂണിറ്റ് അങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോളുക. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ജോയിൻ ചെയ്ത്, ഇത് റേഡിയസ് ആണ്, അത് 1 യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തത്. ഇങ്ങോട്ടേക്ക് ഈ ലൈൻ ജോയിൻ ചെയ്യുന്നു, O മുതൽ ഇത് A വരെ. ഓക്കെ, O A. പിന്നെ ഇത് പി കോർഡിനേറ്റ്സ് ഞാൻ എഴുതുന്നത് AB എന്നാണ്. പി കോർഡിനേറ്റ്സ് AB എന്ന് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം OA ലെങ്ത് എത്രയാണ്. ഈ O മുതൽ A വരെ എത്ര യൂണിറ്റ് ആണെന്ന് പറയാം. O മുതൽ A വരെ എത്രയാണെന്ന് പറയാമോ? എത്രയായിരിക്കും? A ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ Y ആക്സിസ്, Y കോർഡിനേറ്റ് എത്ര? A മുതൽ P വരെ എത്രയാണ്? B ആണ്. A മുതൽ P വരെ ഏതാണ്? B ആണ്. അങ്ങനല്ലേ കോർഡിനേറ്റ്സ് എഴുതുന്നത്? ആദ്യം എക്സ് ആക്സിസ്, പിന്നെ ഏതാണ്? Y ആക്സിസ്. അങ്ങനെയാണല്ലോ എഴുതുന്നത്. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ O മുതൽ A വരെ A, P മുതൽ A വരെ അല്ലെ A മുതൽ P വരെ എത്ര? B ആണ്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ എന്താണ് ഒരു തീറ്റ കൊടുത്തു. തീറ്റ എന്ന് വെച്ചാൽ ഒരു ആംഗിൾ കൊടുത്തു. ഇവിടെ എന്റെ ചോദ്യം സൈൻ തീറ്റ എത്ര എന്ന് പറയാമോ ആർക്കെങ്കിലും? സൈൻ തീറ്റ എത്ര ആണെന്ന് പറയാമോ? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ? ഇവിടെ ഓപ്പോസിറ്റ് ആരാണ്? ഓപ്പോസിറ്റ്, ഈ ഒരു ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആരാണ്? B ആണ്. ബൈ ഇവിടെ ഹൈപ്പോട്ടനീസ് ഏതാ? ഇത് 90 ഡിഗ്രി അല്ലെ? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഹൈപ്പോട്ടനീസ് ആരാണ്? 1 ആണ്. അതായത് സൈൻ തീറ്റ ഈക്വൽ ടു B ബൈ 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? B ആണ്. അങ്ങനെയെങ്കിൽ കോസ് തീറ്റ എന്ന് പറയാമോ? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അഡ്ജസന്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അഡ്ജസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് ആണ്, ആ ഒരു ആംഗിളുമായി ചേർന്ന് വരുന്ന സൈഡ്. അപ്പൊ ഏത് വരും? A ബൈ ഹൈപ്പോട്ടനസ് ഏതാ? 90 ഡിഗ്രി ഓപ്പോസിറ്റ് 1. അപ്പൊ നമുക്ക് കോസ് തീറ്റയെ നമുക്ക് എങ്ങനെ എഴുതാം? A എന്ന് എഴുതാം. അപ്പോ ഇവിടെ സൈൻ തീറ്റ കിട്ടി B ആണ്, കോസ് തീറ്റ കിട്ടി എത്രയാണ്? A ആണ്. അപ്പൊ ഇവിടെ നോക്കി A B എന്ന് നമ്മൾ കോർഡിനേറ്റ്സ് എഴുതിയപ്പോൾ അപ്പൊ ആദ്യം എഴുതുന്ന ആൾ ആരാ? ഈ എയുടെ പ്ലേസിൽ അപ്പൊ ആദ്യം എഴുതുന്ന ആൾ ആരാ? കോസ് ആയിരിക്കും എഴുതുന്നത്. ആദ്യം എഴുതുന്ന ആൾ ആരാ? കോസ് ആയിരിക്കും. രണ്ടാമത് എഴുതുന്ന ആൾ ആരാ? സൈൻ ആയിരിക്കും. അപ്പൊ ആദ്യം എഴുതിയേക്കുന്ന ആൾ എപ്പോഴും എന്തായിരിക്കും? കോസ് ആയിരിക്കും. രണ്ടാമത് എഴുതുന്ന ആൾ എപ്പോഴും എന്തായിരിക്കും? സൈൻ ആയിരിക്കും. ഈ ഒരു ഐഡിയ മനസ്സിലായോ? പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് പൈതഗോറസ് തിയറം അനുസരിച്ച് ഇവിടെ നിങ്ങളൊന്ന് പറയാമോ? A² പ്ലസ് B² ഈക്വൽ ടു എന്താണ്? 1 ആണ്. അല്ലെങ്കിൽ 1ന്റെ സ്ക്വയർ എത്ര തന്നെയാണ്? 1 ആണ്. അതുകൊണ്ട് ഞാൻ അത് 1 എന്നങ്ങ് എഴുതിയത്. ഓക്കെ, അപ്പൊ A² പ്ലസ് B² എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 1² അതായത് 1. ഇവിടെ A² എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? A² എന്ന് പറഞ്ഞാൽ cos² തീറ്റ എന്നിരുന്ന A² എന്ന് പറഞ്ഞ ഏതാ? cos² തീറ്റ പ്ലസ് B² എന്ന് പറഞ്ഞാൽ ആരാണ്? B² എന്ന് പറഞ്ഞാൽ ഏതാ? sin² തീറ്റ. അതാണ് എന്ത്? 1. അപ്പൊ അവിടെ നിന്നും ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി, ഒരു അടിപൊളി ഒരു ഇക്വേഷൻ കിട്ടി. cos² തീറ്റ പ്ലസ് sin² തീറ്റ ഈക്വൽ ടു 1. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആദ്യം സൈൻ ചേർത്ത് പറയാം, പ്ലസ് ആയതുകൊണ്ട് പ്രശ്നമില്ല. sin² തീറ്റ പ്ലസ് cos² തീറ്റ, sin² തീറ്റ പ്ലസ് cos² തീറ്റ ഈക്വൽ ടു 1. ഓക്കെ, sin² തീറ്റ പ്ലസ് cos² തീറ്റ ഈക്വൽ ടു 1. ഓക്കെ ആയോ? ആ ഇക്വേഷൻ എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യം കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ നമ്മൾ ഏതാ എഴുതണ്ടേ? കോസ് ആണ് എഴുതുന്നത്. അതിനുശേഷമേ നമ്മൾ ആരെ എഴുതത്തുള്ളൂ? സൈനെ എഴുതത്തുള്ളൂ. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ?
ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. അപ്പൊ സൈൻ തീറ്റ എഴുതിയതും കോസ് തീറ്റ എഴുതിയതും സൈൻ സ്ക്വയർ എന്നും കോസ് സ്ക്വയർ തീറ്റ എന്നും എഴുതാൻ കാര്യം എന്താ? ഇവിടെ എ സ്ക്വയർ എന്നും ബി സ്ക്വയർ എന്നും വന്നോണ്ടാ. ഇത് പൈതഗോറസ് തിയറം അനുസരിച്ചാണ് നമ്മൾ എഴുതിയത്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് നമ്മൾ എഴുതിയത്. ഓക്കെ അല്ലേ? ഇനിയും ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ കോർഡിനേറ്റ്സ് നമ്മൾ എഴുതാൻ പോകും. ശ്രദ്ധിച്ചിരിക്കണം. ഇവിടം മുതൽ ഇവിടം വരെ, അതായത് റേഡിയസ് 1 ആണ്. റേഡിയസ് 1 യൂണിറ്റ്. അപ്പൊ ഓ മുതൽ തണ്ട് ഇവിടം വരെയും എത്ര? 1 യൂണിറ്റ് ആണ്. മൊത്തത്തിൽ ഇവിടം തൊട്ട് ഇവിടം വരെയും 1 യൂണിറ്റ് ആണ്. അങ്ങനെയാണ് ഇവിടുത്തെ കോർഡിനേറ്റ്സ് എന്ന് പറയാം. ഇവിടുത്തെ കോർഡിനേറ്റ്സ് എത്ര ആയിരിക്കും? ഇവിടുത്തെ കോർഡിനേറ്റ്സ് എത്ര ആയിരിക്കും? ആദ്യം എക്സൽ എഴുതുന്ന 1,0 1,0 ഇവിടുത്തെ കോർഡിനേറ്റ്സ് ആയി. ഇനി ഇവിടുത്തെ കോർഡിനേറ്റ്സ് ആരായിരിക്കും? 0,1 ആയിരിക്കും. ഇനി ഇവിടുത്തെ കോർഡിനേറ്റ്സ് ആരായിരിക്കും? -1,0 ആയിരിക്കും. ഇനി ഇവിടുത്തെ കോർഡിനേറ്റ്സ് ആരായിരിക്കും? നേരെ നോക്കിയാണ്ട് നേരെ നോക്കിയേ, y ആക്സിസിലാണല്ലോ ഇത് വരുന്നത്. y ആക്സിസ് അല്ലേ ഇത്? അപ്പൊ 0 0 ഏതാ വരുന്ന? -1 0 -1. കോർഡിനേറ്റ്സ് ഓക്കെയാണ്. 0 -1. y ആക്സിസിൽ ഒരു പോയിന്റ് വന്നാൽ x കോർഡിനേറ്റ് 0 ആയിരിക്കും. അങ്ങനെയും കൂടെ ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ കോർഡിനേറ്റ്സ് കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടിയോ? കോർഡിനേറ്റ്സ് കൃത്യമായിട്ട് കിട്ടിയോ? ഈ ഫിഗർ കൃത്യമായിട്ട് കിട്ടിയോ? ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. നമ്മൾ അത്രയും പഠിച്ചു. ഒരു ബോക്സ് നിങ്ങളുടെ ബുക്കിനകത്തുണ്ട്. ആ ബുക്കിനകത്തുള്ള ആ ബോക്സിനകത്ത് എല്ലാ വാല്യൂസും നമ്മളിപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്? പഠിച്ചിരിക്കുകയാണ്. ഓക്കെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞോട്ടെ. സൈൻ π/2 വാല്യൂ പറയാമോ? π/2 എവിടാ വരുന്നത്? ഒരു മിനിറ്റ്. പറഞ്ഞോടാ. π/2 എവിടെ വരുന്നത്? π/2 ഇവിടെ അല്ലേ വരുന്നത്? π/2. അപ്പൊ സൈൻ π/2 എന്ന് പറയുമ്പോഴത്തേന് ഇവിടെ സൈനിന്റെ പ്ലേസിൽ ആരാ വരുന്നത്? സൈൻ നമ്മൾ രണ്ടാമത് എഴുതുന്ന കോർഡിനേറ്റ്സ് ആയിരിക്കും എപ്പോഴും, ആണല്ലോ. അപ്പോ അങ്ങനെയാണെങ്കിൽ പറഞ്ഞ ഏതാ? സൈൻ π/2 എന്ന് പറഞ്ഞാൽ എത്ര? 1 ആണ്. അപ്പൊ കോസ് π/2, π/2ന്റെ പ്ലേസിൽ കോസ് ആണ് ഫസ്റ്റ് എഴുതുന്നത്. എത്ര? 0. എളുപ്പമായില്ലേ? അടുത്ത സൈൻ 3π/2. സൈൻ 3π/2. 3π/2 വരുന്നത് ഇവിടെ. സൈൻ അപ്പൊ ഏതാ? ഇതല്ലേ സൈൻ. സൈൻ വരുന്നത് രണ്ടാമത്തെ പ്ലേസ് ആണ്. -1 കണ്ടോ? അപ്പൊ ഇതെല്ലാത്തിന്റെ വാല്യൂസ് നമുക്ക് ഈ ഒരൊറ്റ ഫിഗറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ക്ലിയർ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫിഗറും അതുപോലെ ആ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ആ ഒരു ബോക്സും കൂടെ ഞാൻ സൈഡിൽ വരച്ചിട്ട് നിങ്ങളെ കാണിച്ച് ലാസ്റ്റ് ഒന്നുകൂടെ നിങ്ങൾക്കൊന്ന് കൺഫേം ആക്കാം. കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് കൺഫേം ആക്കാം. ഓക്കെ. നിങ്ങൾ ഒരു കാര്യം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഫിഗറിൽ നിന്നും നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിൽ നിന്നും നമ്മൾ പഠിച്ച വാല്യൂസ് ഇത്രയും വാല്യൂസ് നമ്മൾ കാണാതെ പഠിച്ചിരിക്കുകയാണ്, മനസ്സിലാക്കി പഠിച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾ ഓരോന്നും കാണാതെ ഒന്നും ഇരുന്ന് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് ഈ ഒരു ഫിഗറിൽ നിന്ന് നമ്മുടെ ഇവിടുത്തെ 0 ഡിഗ്രി, π/2, π, അതുപോലെ 3π/2, പിന്നെ 2π, ഇതിൽ നിന്നും ഈ കോർഡിനേറ്റ്സിൽ നിന്നും നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. നിങ്ങൾ ആലോചിക്കണം, എപ്പോഴും ആദ്യം നമ്മൾ ഇവിടെ എഴുതുന്ന ആരായിരിക്കും? കോസ് തീറ്റ ആയിരിക്കും. അടുത്തത് എന്തായിരിക്കും എഴുതുന്നത്? സൈൻ തീറ്റ ആയിരിക്കും. അവൾ ഇവിടെയും കോസ് തീറ്റ, ഇത് സൈൻ തീറ്റ, ഇത് കോസ് തീറ്റ, ഇത് സൈൻ തീറ്റ, ഇത് കോസ് തീറ്റ, ഇത് സൈൻ തീറ്റ. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, ഈ ഒരു കോൺസെപ്റ്റ് എങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ. അത് ഞാൻ വീഡിയോയിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ നിങ്ങൾക്ക് ആദ്യമായിട്ടൊക്കെ കേൾക്കുന്ന കുട്ടികൾക്ക് ഞാൻ പ്രത്യേക ഒരു കാര്യം പറയാം. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. വീണ്ടും നിങ്ങൾ ഇത് റിപ്പീറ്റ് കേൾക്കുക. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് നോക്കിയാലോ. അതാണ്ട് കോസ് 3π/2. എടാ 3π/2ന്റെ പ്ലേസിലോട്ട് വാ. 3π/2 ഇവിടെ. ഇവിടുത്തെ കോസ് ആയി ചോദിച്ചിരുന്നത്. കോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കോസ് അല്ലേ ഫസ്റ്റ് എഴുതുക? 0 അതല്ലേ ആൻസർ? 0. കോസ് 2π, 2πയുടെ പ്ലേസിലേക്ക് വാ. കോസ് ആണോ ചോദിച്ചേക്കുന്നത്? ആദ്യം എഴുതുന്ന കോസ് അല്ലേ? 1. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇത് പ്രത്യേകം വരച്ചിട്ട് പറയുന്നതിന്റെ കാര്യം, ഈ വാല്യൂസ് എല്ലാം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ അടുത്ത് ഇനിയിപ്പോ ഈ ഒരു ഫിഗർ ഒന്നും വേണ്ട. നിങ്ങൾ ഈ ഫിഗർ വരച്ച് നിങ്ങൾ ചെയ്യും. ഇത് വേണ്ട, ഇത് ഫുള്ള് വായിക്കാൻ ഞാൻ, ഇത് ഫുള്ള് വേണ്ട. നമുക്ക് നമ്മളോട് ചോദിക്കുന്നത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒന്നും വായിച്ചേക്കാം. ഇപ്പൊ പറയും നമ്മൾ ആൻസർ. ലൈവായിട്ട് നമ്മൾ ആൻസർ പറയും. ഇത് വായിച്ചിട്ടുള്ളതെല്ലാം ഞാനിപ്പോ പറയാൻ പോവാണ്. ശ്രദ്ധിച്ചോളൂ. ആദ്യം സൈൻ 0 ഡിഗ്രി എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഒരു സർക്കിൾ വരയ്ക്കുന്നു.
ആക്സിസ് വരച്ചു. ഇവിടെ നിങ്ങൾക്കറിയാം ഇത് 1 0 ആണ്. സൈൻ 0 ഡിഗ്രി വരുന്നത് ഇവിടെ അല്ലേ, 0 ഡിഗ്രി വരുന്നത്. ഈ 0 ഡിഗ്രി എന്ന് നമ്മൾ എടുത്തേക്കുന്നത് ഇവിടാണ്. അപ്പൊ 0 ഡിഗ്രി സൈൻ എന്ന് ചോദിച്ചാൽ ആൻസർ ഈസ്, സൈൻ ആണെങ്കിൽ രണ്ടാമത്തെ ആൾ ആൻസർ ഈസ് 0. അവിടെ എഴുതി 0. അടുത്തത് ആണ് കോസ് π/2. π/2 എവിടെ വരുന്നത്? ഇവിടെ അല്ലേ π/2 വരുന്നത്. ഇവിടുത്തെ കോർഡിനേറ്റ്സ് ഏതായിരുന്നു? π/2ന്റെ കോർഡിനേറ്റ്സ് 0 1 അല്ലായിരുന്നു കോർഡിനേറ്റ്. ഇവിടെ കോസ് π/2 അല്ലേ പറഞ്ഞത്. കോസ് π/2 എന്ന് പറഞ്ഞാൽ ആൻസർ ഈസ് എത്രയാണ്? 0 ആണ്. കോസ് ആണല്ലോ ഫസ്റ്റ് എഴുതുന്ന π/2. അപ്പൊ മനസ്സിലായല്ലോ 0 ആണ്. ഇത് ഓക്കെ ആയോ? ഇനി നമ്മൾ ഏതാണ് വായിച്ചതാണ് ഇവിടെ സൈൻ 3π/2. 3π/2 ഇവിടെ. ഇവിടുത്തെ കോർഡിനേറ്റ്സ് വരുന്ന ആദ്യം 0 -1. ശരിയാണോ? 0 -1. അപ്പൊ ഇവിടെ 3π/2 ആണ്. ഏതാ ചോദിച്ചേതാ? സൈൻ 3π/2. സൈൻ എന്ന് പറയുമ്പോ ഏതാ? -1. ആൻസർ ഈസ് -1. ആൻസർ ഈസ് -1. ആർക്കെങ്കിലും മനസ്സിലാവാത്തതായിട്ടുണ്ടോ? ഉണ്ടോ കമന്റ് ചെയ്യണേ കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞു തരുക. കോസ് 2π. 2πയുടെ പ്ലേസ് കണ്ട് ഇത് ഇവിടെ 2π ആ. ഈ 2πയിൽ കോസ് ആയി വെച്ചിരുന്നത്. കോസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ആരാ? 1. ക്ലിയർ? ഇന്ന് ഞാൻ ഇത്രയേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ ഇത്രയേ വാല്യൂസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും പ്രയോജനം ചെയ്യട്ടെ. മാക്സിമം എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും വണക്കം.